ഹലോ, ഇന്ന് നമുക്ക് ആരി വർക്ക് വിത്ത് ബീഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ബീഡ്സ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ടൈപ്പ് ബീഡ്സ് ആണ്, ഷുഗർ ബീഡ്സ് അല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ശരിക്കും ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പായിട്ടുള്ള നീഡിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് രണ്ടും സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് ആ ഒരു ഹാൻഡിൽ വുഡനാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ നോർമലി എടുക്കുന്ന ആ 14-ൻ്റെ ആ ഒരു നീഡിൽ തന്നെയാണ് ഞാനിവിടെ വെച്ച് ചെയ്യാൻ പോണത്. 14-ൻ്റെ നീഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം 3 ഒക്കെ നമുക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയ സൈസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ സെറി ത്രെഡ് തന്നെയാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോണത്. നമുക്ക് സെറി ത്രെഡിൻ്റെ അറ്റത്തായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിലിപ്പോൾ സെറി ത്രെഡ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന നൂലുണ്ടല്ലോ, അങ്ങനത്തെ നൂലെടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ പോകണം. അതായത് നമ്മുടെ എൻഡ് നോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻഡ് നോട്ടിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, ഇനി ഞാനതവിടെ റിപ്പീറ്റ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ക്ലാസ് തുടങ്ങി കണ്ട് നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീഡ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഡ്സ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വലിയ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു 3 ഒക്കെ പറ്റുള്ളൂ ഇതിനകത്ത് ഇടാനായിട്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ബീഡ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ടൈപ്പിലുള്ള നീഡിൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൊളുത്ത് വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക ലൂപ്പ്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ ചെയ്യുന്നത് പോലെ പതുക്കെ താഴ്ന്ന് വലിച്ച് നമ്മൾ ആ ഒരു അളവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതാ ഇതുപോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമുക്ക് അടുത്ത ആ ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആ ഒരു ബീഡ് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്ത ബീഡും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കുത്തിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബീഡും കൂടെ ആ ഒരു ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇനി ബാക്കിയുള്ള ബീഡ്സും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ എൻഡ് നോട്ട് ഇട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.